ഹലോ, എല്ലാവർക്കും നമസ്കാരം. മണി ടോക്കിൽ നിന്ന് നമ്മൾ 20 ബിസിനസ് സംരംഭങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. വലിയ മുതൽ മുടക്കില്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ലാഭം കിട്ടുന്ന, എന്നാൽ എളുപ്പം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടുള്ള 20 ബിസിനസ് സംരംഭങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് യോഗ സെൻ്ററാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യോഗ സെൻ്ററുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം യോഗ സെൻ്ററുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ബിസിനസ് ആരംഭിക്കാം. രണ്ടാമതായിട്ട് കേറ്ററിംഗ് സർവീസ്, നല്ല രീതിയിലുള്ള ഫുഡുകളൊക്കെ കൊടുക്കാനായിട്ട് ഈവൻറ്റ് മാനേജ്മെൻറ്റിലൊക്കെ നമുക്ക് കേറ്ററിംഗ് സർവീസ് കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് വളരെ പ്രോഫിറ്റ് ആയിരിക്കും. അങ്ങനെ കേറ്ററിംഗ് സർവീസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അടുത്തൊരു ബിസിനസ് സംരംഭം എന്ന് പറയുന്നത് ട്രാവൽ ഏജൻസിയാണ്. മറ്റൊന്ന് നമുക്ക് ഫാസ്റ്റ് ഫുഡ് ഷോപ്പുകളാണ്. അപ്പോൾ നമുക്ക് ഒരു ഷോപ്പായിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ ഒന്നിലധികം ഷോപ്പുകളായിട്ട് നമുക്ക് ആരംഭിക്കാൻ കഴിയുന്നതാണ് ഫാസ്റ്റ് ഫുഡ് ഷോപ്പുകൾ. അതുപോലെ തന്നെ ചോക്ലേറ്റ് കഫേകൾ നമ്മുടെ നാട്ടിൽ വളരെയധികം കുറവാണ്. വലിയ ടൗൺ ഏരിയകളിലൊക്കെയാണ് ധാരാളമായി കണ്ടുവരിക. നമുക്കൊരു ചോക്ലേറ്റ് ഷോപ്പ്, ചോക്ലേറ്റ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഷോപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ ഫിറ്റ്നസ് സെൻ്ററുകൾ, ഫിറ്റ്നസ് പ്രോഗ്രാമുകൾ, ഇവയൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് മാത്രം വിൽക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഫുഡ് മാത്രം വിൽക്കുന്ന റെസ്റ്റോറൻറ്റുകൾ. നിങ്ങൾ മോമോസൊക്കെ കഴിച്ചിട്ടുണ്ടാകും. അപ്പോൾ മോമോസുകൾ മാത്രം വിൽക്കുന്ന കടകളുണ്ടാകും. അതുപോലെ ഗ്രിൽഡ് ചിക്കൻസ് മാത്രം വിൽക്കുന്ന ഷോപ്പുകളുണ്ടാകും. അങ്ങനെയുള്ള ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഷ് മാത്രം കൊടുക്കുന്ന ഷോപ്പുകളാണെങ്കിൽ അവിടെ ആളുകൾ ആ ഡിഷിന് വേണ്ടിയിട്ട് മാത്രം വരും. അപ്പോൾ അങ്ങനത്തെ ഷോപ്പുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഹോസ്റ്റഡ് സെക്യൂരിറ്റി പ്രൊവൈഡറായിട്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അതായത് നമുക്കിപ്പോൾ എന്താണ് CCTV ഫുട്ടേജുകൾ നമുക്ക് കവറേജ് കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഏരിയയിൽ നമ്മൾ 24 hour മോണിറ്ററിങ് ചെയ്യുക. അങ്ങനെയുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഹോസ്റ്റ് സെക്യൂരിറ്റി പ്രൊവൈഡറായിട്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഡാറ്റ ബാക്കപ്പ്, നിങ്ങൾക്ക് ഡാറ്റ ബാക്കപ്പുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതിയിലുള്ള സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ഷോപ്പുകളിലൊക്കെ നിങ്ങൾ CCTVകൾ ഇൻസ്റ്റാൾ ചെയ്യുക, അവയുടെ സർവീസുകൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ CCTV ടെക്നീഷ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ ഹോസ്റ്റഡ് സെക്യൂരിറ്റി സർവീസ് നമ്മൾ പ്രൊവൈഡ് പറഞ്ഞതുപോലെ ഇൻ്റർനെറ്റിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന സംരംഭങ്ങളാണ് അതൊക്കെ, ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതേപോലെ മസാജ് സെൻ്ററുകൾ നിങ്ങൾക്ക് ആരംഭിക്കാം. അതും ചെറിയ മുതൽ മുടക്കിൽ തന്നെ നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ്. നല്ല രീതിയിൽ വരുമാനം കിട്ടുന്ന ഒരു മെത്തേഡ്, ഒരു സെൻ്ററാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭമാണ് മസാജ് സെൻ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹോം ഇമ്പ്രൂവ്മെൻറ്റ് ആൻഡ് ഹാൻഡിമാൻ സർവീസസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്കറിയാമല്ലോ, പ്ലംബിങ്, വയറിങ്, അങ്ങനത്തെയുള്ള ചെറിയ ചെറിയ വീടിൻ്റെ സർവീസ്, അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സർവീസ് സെൻ്റർ നിങ്ങൾക്ക് ആരംഭിക്കാം. അത് നിങ്ങൾക്ക് പോയിട്ട് സർവീസ് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ബിസിനസ് സംരംഭം നിങ്ങൾക്ക് ആരംഭിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചൈൽഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിംഗ്, അതുപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നേഴ്സറികളാകാം, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ അറിവുകൾ പകർന്നു നൽകുന്ന ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ, അല്ലെങ്കിൽ അവരുടെ നോളജ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രോഗ്രാമുകളോ, അല്ല അതിനു വേണ്ടിയിട്ടുള്ളൊരു സ്ഥാപനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റുകൾ, അല്ല ആപ്ലിക്കേഷൻസൊക്കെ ഡെവലപ്പ് ചെയ്ത് വിൽക്കുക, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവീസുകൾ ചെയ്യുന്ന ഒരു സ്ഥാപനം ഡെവലപ്പ് ചെയ്തെടുക്കുക. അടുത്ത കൺസൾട്ടിങ് സർവീസുകളാണ്. ഇന്ന് ധാരാളം ആളുകൾ കൺസൾട്ടിങ് സർവീസുകൾ നടത്തുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ നല്ല വിഷയത്തിൽ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ജ്ഞാനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ടിങ് സർവീസുകൾ നടത്താം. അതുവഴി നിങ്ങൾക്ക് നല്ല രീതിയിലൊരു വരുമാനം ലഭ്യമാക്കാം. അതുപോലെ തന്നെ വാഹന വിൽപ്പന, അവയുടെ സ്പെയർ പാർട്സുകളൊക്കെ വിൽക്കുന്ന ഷോറൂമുകൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതുവഴി നിങ്ങൾക്ക് നല്ല വരുമാനം തന്നെ നിങ്ങൾക്ക് ലഭ്യമാകും. അടുത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പ്രൊഫഷണലായിട്ട് നമ്മളെ കാർ വാഷ് ചെയ്യുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങുക. നമ്മളൊക്കെ സാധാരണ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഗ്രാമങ്ങളിലൊക്കെ ആൾക്കാർ സ്വന്തമായിട്ട് വാഷ് ചെയ്യണം. എന്നാൽ ടൗണുകളിലൊക്കെ ആൾക്കാർക്ക് അതിനുള്ള സൗകര്യങ്ങൾ വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ കാർ വാഷിംഗ് സെൻ്ററുകളെയാണ് ആശ്രയിക്കുന്നത്. അപ്പം നല്ല പ്രൊഫഷണലായിട്ട് തന്നെ ഒരു ബിസിനസ് സെൻ്റർ, കാർ വാഷിംഗ് ബിസിനസ് സെൻ്റർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നല്ല ഏണിങ്സ് നിങ്ങൾക്ക് ലഭ്യമാകുന്നു. അപ്പോൾ അവിടെ നമുക്ക് നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണുള്ളത്. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യും. അതായത് ഇൻ്റർനെറ്റിൻ്റെ കണക്ഷനുകൾ കൊടുക്കുന്ന ഒരു സ്ഥാപനം, അല്ലെങ്കിൽ കേബിൾ TV ഓപ്പറേറ്റർ, ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഒരു സ്ഥാപനം ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല വരുമാനം നിങ്ങൾക്ക് ലഭ്യമാണ്. അടുത്ത ഒരു ബിസിനസ് സംരംഭം മറ്റൊന്നുമല്ല, നമ്മൾ ഫർണിച്ചറുകളൊക്കെ
സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച്, അതായത് നമുക്ക് സ്വന്തമായിട്ടൊരു ഷോപ്പുണ്ട്, അവിടെ നമ്മളൊരു കാർപ്പൻറ്ററെയൊക്കെ വെച്ച് നമ്മൾ അവിടെ നിന്ന് തന്നെ ഫർണിച്ചറുകൾ നിർമ്മിച്ച് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു വരുമാനം കിട്ടും എന്നതിലുപരി നമുക്ക് നല്ലൊരു ബിസിനസ് സംരംഭം നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. അടുത്ത ലാസ്റ്റ് ബിസിനസ് സംരംഭം എന്ന് പറയുന്നത് മറ്റൊന്നുമില്ല, ഈ നാട്ടുമ്പുറങ്ങളിലൊക്കെ നമുക്ക് സാധാരണ വെള്ളം ജലമൊക്കെ നമുക്ക് കിണറുകളിൽ നിന്ന് ലഭിക്കും. എന്നാൽ നഗരപ്രദേശങ്ങളിലോ ഓഫീസുകളിൽ അതുപോലുള്ള ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ എന്താ ചെയ്യുക, ബോട്ടിൽഡ് വാട്ടറാണ് വരിക, അല്ലേ, ഗാലൻ വാട്ടറാണ് വരിക. അപ്പോൾ അങ്ങനെയുള്ള വാട്ടർ നമ്മൾ സപ്ലൈ ചെയ്യുക, അവയുടെ പ്രൊഡക്ഷൻസ് ബോട്ടിലാക്കി നമുക്ക് വിൽക്കുക. നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം നമ്മൾ ഫിൽട്ടർ ചെയ്ത് നല്ല ശുദ്ധമായ വെള്ളം നമ്മൾ ബോട്ടിലുകളിലാക്കിയിട്ട് വിൽക്കുക. അത് ചെറിയ ചെറിയ ബോട്ടിലുകളിൽ വിൽക്കാൻ സാധിക്കും. 500 ml ബോട്ടിൽ, 1 ലിറ്ററിൻ്റെ ബോട്ടിൽ, 200 ml ബോട്ടിൽ, അതുപോലെ 20 ലിറ്ററിൻ്റെ ബോട്ടിൽ, അങ്ങനെയുള്ള ബോട്ടിലുകളിലാക്കിയിട്ട് നമുക്ക് വിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ലാഭം കിട്ടും. ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ബിസിനസ് ഐഡിയകളിലെല്ലാം നല്ല രീതിയിൽ നമുക്ക് ലാഭം കിട്ടുന്ന ബിസിനസ് ഐഡിയകളാണ്. നമുക്ക് എളുപ്പം തുടങ്ങാൻ സാധിക്കുന്ന ബിസിനസ് ഐഡിയ ആണ്. അതുപോലെ തന്നെ അധികം ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടാത്ത ബിസിനസ് ഐഡിയകളാണ് ഈ പറഞ്ഞ 20 ബിസിനസ് ഐഡിയകളും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.